ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. ഇബി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ബാങ്കിൽ പോവാണ്. ഇത് സായിലത് ഇത് ചൈനക്കാരത്തല്ലോ. നിന്റെ ഡ്രസ് ഇപ്പഴാണ് ചൈനക്കാരി വെക്കണേ ഉറങ്ങി വെച്ചിട്ട്. ചൈനക്കാരൻ്റെ ഡ്രസ്സാണ് നിന്റെ ഡ്രസ്. മറാഠി സാധനം അല്ലേ, ഒരു മറാഠി അന്നൊരു എടുത്തിട്ടുകാണ്ട് മേടിച്ച് എന്തൊരു അതൊന്നും എനിക്കറിയില്ല. ഒരു മറാഠി എന്റെ മരോളെ ഡ്രസ്സൊക്കെ പച്ച ഡ്രസ്സാ പോടുന്ന മറാഠി ഇതൊക്കെ ചൈനത്തെ ഡ്രസ്സാണല്ലോ. ചൈന ഇപ്പൊ എത്ര ചൈനയിൽ പോയി എന്ന് ഞാനോ എന്തിനാ ചൈനയിൽ പോയി തന്നെ ചൈനക്കാരുടെ ഡ്രസ്സ് പറയാന് വന്ന് നോക്കിയപ്പോ തന്നെ പറയാം. ഫേസ്ബുക്ക് കണ്ടതാ. ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് കാണൂലേ ചൈനക്കാരുടെ ഡ്രസ്സ് ഏതാന്നുള്ളത്. എനിക്കറിയില്ല. ചൈനക്കാരുടെ ഡ്രസ്സ് തന്നെയല്ലേ. ദൂരെ കഴിച്ചില്ലാത്ത നൈറ്റ് ഡ്രസ് ആണ്. നൈറ്റ് ഡ്രസ് നൈറ്റ് ഡ്രസ് പകലടല്. അതിന് പകലുണ്ട്. എന്തിനാ ചൂടെടുത്താ പകലിട്ടോ. ആരോന് ഇതെന്താ അതിന്റെ ഉള്ളിൽ തണുപ്പിന് വരുന്നതാണ്. നല്ല സുഖം. എനിക്കറിയില്ല. അനക്കറിയോ? നെയ്യ് പറഞ്ഞ നെയ്യ് പറഞ്ഞാണ്. അതിനെന്താ പറയാ, അതിന്റെ പേരെന്താ? നൈറ്റ് സ്യൂട്ട്. നൈറ്റ് സ്യൂട്ട് നൈറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ഷൂട്ട് ഇടുമ്പോ പകലല്ല ഇടല്, രാത്രിയിലല്ല ഇടല്. പകല് എന്താ കല്യാണത്തിന് പോയാലും പെരേന്ന് എങ്ങോട്ടും പോകണമെങ്കിൽ ഇപ്പൊ ഇതല്ലേ ഇടല്ലേ. ഏത് ഈ ഡ്രസ് ഞാൻ അങ്ങനെയാണ്. കല്യാണത്തിന് ഇടുമ്പോ ഇതിടും, വീട്ടിലാണെങ്കിലും ഇടും. അപ്പൊ ഏത് ഡ്രസ് എപ്പോഴും ഇടാം. പക്ഷെ ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ട പിന്നെ അത് ഒരു ആഴ്ചടും. എനിക്കറിയാ ഒരു കുർത്തന്റെ കഥ പറഞ്ഞിട്ടാണ്. ഒരു ബ്ലാക്ക് കുർത്തല്ലേ, ബ്ലാക്ക് കുർത്തല്ലേ. പിന്നെ അതിന്റെ സെറ്റ് അല്ലേ സാധനം. ആരോ ഒരാള് രസമുണ്ട് പറഞ്ഞതാണ്. പിന്നെ പൈസ ഇട്ടിട്ട് കീറിയിട്ടൊന്നുമില്ല. രസം ഉണ്ട് പറഞ്ഞു. അന്നിട്ട് പിറ്റേന്നിട്ട് അതിന്റെ പിറ്റേന്നിട്ട് തീരുമാനം സമ്മതിക്കില്ല. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ പരിപാടിക്കൂല്ലേ അതിട്ട് പോവാ. ഇവിടെ ലാസ്റ്റ് ചോദിച്ചു ഇതന്നെ അല്ലേ ഉള്ളു. ആര് ചോദിച്ചില്ലേ? ചോദിച്ചില്ലേ എന്നോട് ഇങ്ങനെ ഒരാൾ തന്നെ അതോടെ സാധനം മുള്ളു പോന്ന കാണില്ല. മുള്ളുത്തിട്ട് പഴുത്തീനി പോയി പോയി അതൊക്കെ പോയി. ഉള്ളെടുത്ത ആൾ നിങ്ങളല്ലേ പൊളിച്ചിങ്ങനെ ഒന്നായിട്ട്. ഒരു ഇതില്ലല്ലോ ഡ്രസ്. അത് സാരമില്ല, ഞാനല്ല ഇടുന്നത്. കല്യാണ പെണ്ണാണെന്ന് സാരമില്ല. ഇനിയിപ്പൊ നമ്മള് പറഞ്ഞ ഇനി ഇത് പുറത്ത് കാണൂല. ഇതെന്തായാലും സംഭവം ഞാനെന്താ പറയാ, ഞാൻ കാര്യത്തില് പറഞ്ഞേ ഇത് റിയാദി ഉണ്ട് ഡ്രസ്. സംഭവം രസമില്ല. നിങ്ങളല്ല വാങ്ങിയ കല്യാണത്തിന്, നിങ്ങൾക്ക് നല്ല വാങ്ങിക്കൂടെ? ഞാനോ? ഞാൻ മേടിച്ചിട്ടില്ല. കല്യാണത്തിന് മുമ്പ് വാങ്ങിയ ഡ്രസ്സാണ്. ഞാൻ മേടിച്ചിട്ടില്ല. എനിക്കറിയില്ല. കല്യാണത്തിന് മുമ്പ് മേടിച്ചിട്ട് ഇതുവരെ ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നുള്ള മനസ്സിലാക്കിയപ്പോ ഞാൻ അങ്ങനെ തന്നെ ഇടലില്ലേ. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ? അല്ല പൊട്ടാ, കല്യാണത്തിന് എനിക്ക് ഇവിടെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൂല. അതിന്റെ ഡ്രസ്സാ. കല്യാണം കഴിഞ്ഞ് 2.5 കൊല്ലം. ഇന്നാണ് ഞാൻ ഇടുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കിയ പോരെ. അന്ന് ഞാൻ കണ്ടു അന്നെ അത് അന്നെ കാണാ ജിന്നോ കാണാതൊക്കെ നിങ്ങള് അമ്മിമാരോട് അങ്ങനെ തന്നെ അല്ലേ പറയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
വേറെ ഡ്രസ് ഉണ്ട് ഒരു സാധനം അതൊക്കെ ഇട്ടിക്കണേ ഇല്ല ചായ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ആ ഡ്രസ് ഒന്നും വ്ളോഗില് പുതിയ ഡ്രസ് ഇട്ടുമ്പോ പിന്നെ അതന്നെ ഇടുക ആ പച്ച സാലുവിന് പിന്നെ വേറെ സ്വഭാവം കല്യാണത്തിന്റെ സാലുവിന് പിന്നെ വേറെ സ്വഭാവം കാക്കാന്റെ സെഡി എന്റെ അടുത്തുണ്ടോ സാലൂര് രണ്ടെണ്ണം വാങ്ങിയ സാലൂര് എന്നിട്ട് പിന്നെ പിന്നെ കാക്ക എന്താ വിളിച്ചത് ഷെഡി കള്ളാന്നല്ലേ വിളിച്ചിന് ഓന്റെ പേര് സേവ് ചെയ്തതാണ് ഷെഡി കള്ള അങ്ങനെ പറ ഞാൻ കുഞ്ഞാനെ പാന്റ് ഇട്ടിണ് ഷൂ ഇട്ടിണ് പുതിയത് ഇട്ടുണ്ടാവും പുതിയത് വാങ്ങിട്ട് ഓടി ഞാൻ ഇട്ടിട്ടില്ല വീഡിയോയില് പറയുമ്പോ എന്തായാലും ഇട്ടിട്ടില്ല തന്നെ പറയുള്ളൂ അത് വീഡിയോ എടുക്കാതെ പറഞ്ഞോക്കാ അതുകൊണ്ടല്ല എന്നെ കാക്ക ഷെഡിക്കള്ളം സേവ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല കാക്കൊക്കെ പറഞ്ഞു ഞാൻ ഇട്ടിട്ടമ്മ എന്റെ അമ്മ അവരെ കഥ ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഒരു മിനിറ്റ് ഇപ്പൊ വാവക്ക് അത് ഇടൂലല്ലോ ഇട്ട ഷെഡി അല്ല അത് ഷെഡി പുതിയത് വാങ്ങിയിട്ട് ഇത് എനിക്ക് ഇട്ടാന്ന് കണ്ടോ കൊണ്ടോ അത് ബാബേ അന്റെ ഷെഡി സാലു ഇട്ടിനാ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞാ ടോപ്പിക്ക് പിന്നാക്കാം അത് പറയാൻ പറ്റില്ല അതല്ല ഡ്രസ് ഇത് പോരട്ടാ അഞ്ഞിടണ്ട ഇടും നിങ്ങളെങ്ങട്ടാ പോണേ ഉറപ്പാണ് ഞാൻ പറഞ്ഞു സായിലഞ്ഞൂടൂന്ന് ഞാൻ പറഞ്ഞു സായിലഞ്ഞൂടൂന്ന് അല്ലേ ഇഞ്ഞിടൂലേ സമയമൊക്കെ പോവാ അപ്പൊ ഗായ്സ് ഞങ്ങള് ബാങ്കിൽ പോവാണ് കേട്ടോ അപ്പൊ ഗായ്സ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാങ്കിൽ പോവാന്നുണ്ടെങ്കിൽ പൈസ വിഡ്രോ ചെയ്യാനല്ലതാ ഇവർക്ക് പലിശ അടിക്കാനാ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇങ്ങനെ എണ്ണ എടുക്കാൻ പോലെ അല്ല വീട്ടിലെ സ്ഥലം ചെയ്യാനിട്ടില്ല കൈല വീട്ടിലെ സ്ഥലം ചെയ്യാൻ ബാങ്കിൽ വെച്ചു പോവോ വാ നിങ്ങളാ മൈക്കോടെ വെച്ചിട്ട് പോവാ അത് വെച്ച് ബാഗ് പോയി മെച്ചിനെ ബൈക്കിൽ വെച്ച് മറന്നു പോന്നേ ഓർമ്മ പണ്ട് കല്യാണം കഴിച്ച സമയത്താണ് കല്യാണത്തിന് മുന്നേ കറങ്ങാൻ പോയിനാ നല്ല ചായലപ്പച്ചി പറയട്ടെ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുന്നേ കറങ്ങാൻ പോയിനാ അയ്യപ്പച്ചി പറഞ്ഞേ ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ കല്യാണത്തിന് ശേഷം നിങ്ങൾ അതിന്റെ മുന്നേ പോയിട്ടില്ലല്ലോ പിന്നെ കല്യാണത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞ പോലെ ഇപ്പച്ചിക്കുണ്ട് ഇപ്പച്ചിക്കോട് തോപ്പാണ്ട് ഇപ്പച്ചില്ലേ നിർത്തിക്കാണ്ട് ഇപ്പൊ വരാറിയാണ്ട് ഇനി സാധനം അവിടെ ഇട്ട് പോകും ഒരു ഇത് ഇങ്ങോട്ട് വരലാണല്ലോ കൊറേ കഴിഞ്ഞിട്ട് വരിക അതിലെ പറ്റിയ നിങ്ങൾക്ക് ഓർമ്മ എന്നിട്ടാണ് ഉപ്പ ലൈറ്റ് ഫാൻ ഓഫ് ആകാഞ്ഞിട്ട് നമ്മളോട് ചൂടാവണില്ല കോഴിമുട്ട പുഴുങ്ങിയത് ചായയും വേണോ പെച്ച് പുങ്ങിയത് അത് പെച്ച് പെച്ച് വാശിക്ക് ഞാൻ ചേച്ചി പെച്ച് ചെയ്താണ് ഞാൻ ചെയ്യാ വെച്ചിണ്ടാവൂല എന്താ തോന്നി ബൂസ് ഉണ്ടാക്കാന് എത്ര കൊല്ലം ബൂസ് ഉണ്ടാക്കണം തോന്നി.
നിങ്ങളാ പറയുന്നത് ഉമ്മച്ചിനെ നിങ്ങള് വണ്ടിമ കയറ്റാതെ മറന്നുപോയ ആളാ ഇങ്ങോട്ട് നിങ്ങള് ഫാൻ ഓഫ് ആക്കുന്ന കാര്യം പറയുന്നത് എന്ത് ആ സ്വന്തം ഭാര്യനെ വണ്ടിമ കയറ്റാൻ മറന്നു പോണ ആള് മറന്നു എന്താണ് മറന്നു ഞാൻ നമ്മളൊന്ന് കല്യാണം കഴിച്ചിട്ടില്ല ചേച്ചി അതാണ് മറന്നു കണ്ടുകള് സ്വന്തം മരോള ഒരു അമ്മായിമ്മയും മരോള ഒരു പേരയിലാണ് ഒറ്റ പേര് വേറെ അവളോട് പാക്കാൻ പോയത് എന്നിട്ട് ഓളോട് ചോദിക്കാണ് കോഴിമുട്ട പിങ്ങിയ വേണോന്ന് ഫോൺ ചെയ്തുകൊണ്ടാ ചോദിക്കണേ ആണ്ടാ ഫോൺ ചെയ്ത് വിളിക്കണേ ഇവിടെ നിക്കണേ രണ്ടാളും ഒരു വീട്ടില് ഇപ്പച്ചേക്ക് കോഴിമുട്ട പിങ്ങാക്ക് കാണാൻ വിളിച്ചു പറയണില്ലേ ഓൾക്ക് ചെലപ്പോ പറ്റൂല അതുകൊണ്ട് പിന്നെ വേസ്റ്റ് ആവൂല അതുകൊണ്ട് ചോദിച്ചാ വേസ്റ്റ് ആയത് എന്താ നമ്മളുണ്ടല്ലോ ഇവിടെ നമ്മളുണ്ടല്ലോ എത്ര ചോദിക്കാന് എനിക്കൊരു 5 എണ്ണം പിങ്ങാൻ പറ്റുമോ ഒരു 5 എണ്ണം പിങ്ങളിട്ടൊക്കെ ഓള് നിസ്കരിക്കാൻ മേലേക്ക് ഇപ്പൊ നടന്നോ വയ്യപ്പോ കേറണ്ടേ എങ്ങനെ ഫോൺ ചെയ്താൽ കഴിഞ്ഞി മടി ല്ലേ ഈ ഫോണിലെങ്കിൽ എന്ത് ചെയ്യൂ ഈ ഫോൺ ചെയ്യാൻ എന്ത് ചെയ്യാ മേലേക്ക് ഞാൻ ഫോൺ ചെയ്യല നെക്കി കയറാമേ വിളിച്ചാലും ഒരു പേരെടുക്കുമ്പോ പറയും താഴത്ത് പോരട്ടെ മേലക്കും വേണമെന്ന് പറയും മേലക്ക് എടുത്തപ്പോ തന്നെ ഇതിന് മേലക്ക് കയറാൻ വയ്യ ഞാൻ അന്നേ പറഞ്ഞു താഴത്ത് മതി അതിനനുസരിച്ചുള്ളത് താഴത്ത് 4 റൂം എടുക്കണോ അല്ലപ്പാ സജ്ജീകരണത്തിലുണ്ടാക്കും താഴത്ത് 4 റൂം എടുക്കണോ മേലക്ക് എടുത്തോളി എന്റെ ഒരു ഇതാണ് മേലക്ക് എടുത്ത് എന്റെ ഒരു ഇതാണ് മേലൊന്ന് പോയോ അങ്ങോട്ട് പോയോ ഇതിനാ മുക്കി താഴത്തല്ല പോകുന്നു മേലേക്ക് പോയിക്കോട്ടെ ഒരാൾ ഇന്നലെ ഇത് നന്നാക്കിയത് അങ്ങോട്ട് വെക്കാം ഒരാൾ ഇന്നലെ ഇതിക്കുള്ള പിടി വെച്ചതൊക്കെ ഇതെന്താ നന്നാക്കാനറിയാതെ എന്ത് അത് ഇങ്ങള് വെച്ചതിനുള്ള തെറ്റാ അയ്യോ അല്ല ഇത് ഇങ്ങള് നല്ലൊരു ഞാൻ പറഞ്ഞുതരാം നിങ്ങള് നല്ലൊരു പണിക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് നല്ലപോലെ ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയുന്ന പറഞ്ഞിട്ട് ചെയ്തല്ലേ നിങ്ങള് വെച്ചിട്ടുള്ള കോലാണ് ഇതൊക്കെ കണ്ടാ നല്ലൊരാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ നിന്ന് അങ്ങനല്ല അടുക്കി അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടെ ഓക്കെ ഇവിടെ നിങ്ങൾ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ അടുക്കി ഞാൻ പറയട്ടെ ഇതിന് പ്രശ്നമൊന്നുമില്ല ഇങ്ങള് വെച്ചത് കൊള ഇമ്മച്ചിക്ക് എന്ത് പറയണ ഞാൻ പറയട്ടെ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നല്ലപോലെ മഴ നല്ല ഒരാളെ വെക്കാൻ പൊട്ട അതിനുള്ള ലോക്ക് അയച്ചിട്ട് വേറെ വെക്കല്ലേ പിന്നെ അതിന്റെ പണിക്കാരെ വെച്ചണോ അപ്പൊ അടുക്ക് ഓരാകുമ്പോ ഈ സാധനം ഉണ്ടാവില്ല അതാ ഇങ്ങനെ വെക്കൂല ഇതിന്റെ പ്രശ്നമല്ല നിങ്ങള് വെച്ചതിന്റെ പ്രശ്നമാണ് അത് നല്ലപോലെ മുറുക്കണം അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഇതാക്കി വെക്കണം നിങ്ങൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ തൊരണ്ടിയൊക്കെ ചെയ്യുന്നല്ല നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഇന്നലെ എനിക്കറിയില്ല എനിക്ക് സംഭവം ചെയ്യാനറിയില്ല ഞാനാണെങ്കിൽ അതിപോലെ ഒരാളെ പണിക്കാരെ വെച്ച് കണ്ടാൽ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കൂ ഇപ്പച്ചില്ലേ ഇപ്പച്ചി വിളിച്ച് ഇപ്പച്ചി ചൂടായിക്കണ് ഇത് ഞാൻ ഇന്നലെ വെക്കുമ്പോ തന്നെ എന്ത് നോക്കിട്ട് കേട്ട് നോക്കി പറ ഇത് നോക്കി പറഞ്ഞാടി അതൊക്കെ നോക്കി പറഞ്ഞാളി ഉമ്മച്ചക്ക് മനസ്സിലായില്ലപ്പാ
എന്ത് ഈ സാധനം ഇത് മാത്രം ഇങ്ങനെ കീപ്പോട്ട് പോണത് അത് കേക്ക് വെക്കാൻ അറിയാത്തോണ്ട് എന്തിട്ട് പറയാ ഇപ്പച്ചി വലിയ പപ്പുട്ടിട്ട് വെച്ച നിങ്ങൾ അടിപൊളിയായിട്ട് അങ്ങനത്തെ അല്ല അതിന്റെ കംപ്ലൈന്റ് അപ്പാ നിങ്ങളെങ്ങനെ പറ്റീനി അപ്പൊ ഗായ്സ് കുഞ്ഞാമതാ നമ്മളെ ഹലോ ഗായ്സ് മെയിൻ ആളെത്തി എന്താ ഇമ്മച്ചി അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കയ്യില് കൈ ഉപ്പിലിടുക കൈ ഉപ്പിലിടാണ് എന്താ ഗായ്സ് അങ്ങനെ കുഞ്ഞാ എനിക്ക് വേണ്ടി മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ വെൽക്കം ബാക്ക്. മന്തി 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 എന്താണ് എന്താണ് എങ്ങനെയാ എന്താ വയ്യേ സാലുണ്ട് കുഞ്ഞാ കൊണ്ടുവന്നു ആരുതാന്ന് ചോദിച്ചേ അല്ലാണ്ട് കുഞ്ഞാ കൊണ്ടുവന്നാണോ നല്ല ചോദിച്ചു കറക്റ്റ് അവിടെ നോക്കാം. അടിപൊളി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാൻ പോവാ നമ്മളെ ഗായ്സ്. ഇപ്പച്ചി ഉറങ്ങി നീച്ച് വരുന്നു. നിങ്ങളെന്താ ഭയങ്കര വിളിച്ചില്ല തന്നെ പറഞ്ഞു? നിങ്ങളല്ലാണ്ട് അത് അറിയാത്ത പണി എടുക്കാൻ വെക്കണം. ഇപ്പച്ചി വലിയ മമ്മൂട്ടിയായിട്ട് എടുത്തതാ. ഈ സാധനം ഇതിങ്ങനെ ഉണ്ട്. അപ്പൊ കംപ്ലൈന്റ് റിട്ടേൺ കൊടുക്കണ്ടേ? കംപ്ലൈന്റ് ഉള്ള സാധനം റിട്ടേൺ കൊടുക്കണ്ടേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഷർട്ടേക്കണ്ട. ഞാൻ ഒരു കാര്യം അടക്കി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ഞാനാണ് വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇന്നെ എങ്ങനെ ഇടും? ഇന്നെ മലർത്തി അടിക്കുങ്ങള്. ഒരു ചെങ്ങായി പോത്ത് എനിക്ക് വാങ്ങാൻ അറിയില്ല അങ്ങനെ പറയില്ലേ? നിങ്ങള് പറയില്ലേ ഇപ്പച്ചി പറയില്ലമ്മ? ഞാനിത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാനാണിത് വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുമ്പോ ഇപ്പച്ചി എന്തൊക്കെ പറയും? ഇപ്പച്ചി എന്ത് പറയും? വാക്കറി അനക്ക് പൈസക്ക് വില അറിയായിട്ടാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നിങ്ങളെല്ലാം പറയും. നിങ്ങളെല്ലാം പറയും. അത് ഞാൻ ഇന്നലെ വിളിച്ചോളാറില്ലേ ഇപ്പച്ചി മിക്കവാറും സ്വയം പണിയെടുത്തിട്ട് കോളാക്കാള വകുപ്പുണ്ട് ഇതില്. ഞാനിത് ഇന്നലെ ഇപ്പച്ചിന്റെ കോമഡി ഞാൻ പറയാം. നിങ്ങളെ പോലെ പകുതിയാക്കിട്ട് പോയിട്ട് അത് നമ്മൾ പകുതിയാക്കിയില്ലല്ലോ. അത് ശരിക്കല്ലടാ. കിട്ടാനിട്ട് കുഞ്ഞാവ അങ്ങോട്ട് കുഞ്ഞാവ ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിക്കാറ് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ നിക്കണേ. ഇപ്പച്ചി എന്നോട് പറയട്ടാ ഇതിന്റെ പ്രശ്നമല്ല, ഇത് ഞാൻ ഇത് മേടിച്ചോടുത്ത് അവിടുന്നേ ഇങ്ങനെ ഉണ്ട്. അവിടുന്ന് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അറിയോ? മാറ്റിയെടുക്കണം മിസ്റ്റർ. മാറ്റിയെടുക്കണോ? അല്ല അവിടുന്ന് കംപ്ലൈന്റ് മാറ്റിയെടുക്കണം. ഇത് ഞാൻ എങ്ങനെ ഞാൻ ഞാന് ഇജ്ജി അവിടുന്ന് മേങ്ങി എന്നോട് വരുമ്പോ തന്നെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ നിങ്ങള് പറഞ്ഞു. അപ്പൊ നോണ പറയല്ലേ? ഇപ്പൊ നിങ്ങള് പറഞ്ഞേ. ഞാനതെല്ലാം പറഞ്ഞത്. നിങ്ങള് പറഞ്ഞു. ഇപ്പൊ ഞാനതെല്ലാം ചൂടോണ്ട് കേക്കണ്ടേ? നിങ്ങൾ വളരെ മ്ലേച്ഛമായ വാക്കുകൾ കേക്കുകള് നിങ്ങളെന്താ പറഞ്ഞേ? അവിടുന്ന് വാങ്ങുമ്പോഴേ ഉണ്ട് ഇവന്റെ തെളിവുണ്ടായിട്ടാ ചൂടാവുന്നത്. നിങ്ങൾ കാര്യം പറയും. നിങ്ങൾ ഫുള്ളാക്കിയിട്ടില്ല. ഫുള്ള് പറയും. ഇപ്പച്ചിനെ കൈമത്തെ അബദ്ധം പറ്റിക്കില്ല. അബദ്ധം പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പച്ചി അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയണോ? അല്ല മനസ്സിലെ ആ റൂമിന്ന് ലാസ്റ്റ് ആരാ വന്നേ? ഞാനാ വന്നത്. എന്നാ ലൈറ്റ് ഫാൻ ഓഫ് ആക്കണം. ഇവിടെ വാടി അല്ല അവിടെ സ്ഥലം എന്താ ഇവിടെ മാറണ്ട്.
ചൈനക്കാരുടെ ഡ്രസ് ഏ ചൈനക്കാരുടെ ഡ്രസ് ചോറ് വിശക്കുണ്ടാവും ചിത്രമല്ലേ നേരത്തെ കിട്ടണേന് കുഞ്ഞാപ്പ ഇളിഞ്ഞിട്ടില്ലേ നിന്നോട് ജൂൻ ചലക്കാൻ പോണോ ഞാൻ പറഞ്ഞത് ഇജ്ജും മനസ്സിലാക്കില്ല ഓനും മനസ്സിലാക്കി പിന്നെ ഞാൻ പിന്നെ എന്ത് പറയാനാ പറഞ്ഞില്ല ഇന്നെന്താ ഫുഡ് എന്താ ചോറ് എനിക്ക് മന്തിയുണ്ട് നമുക്ക് ഈ ചോറ് കഴിച്ചിട്ട് എന്തുമാ എന്തുമാ സാലൂര് നല്ല ഒന്ന് കിട്ടും. നല്ലൊന്ന് വൈകുന്നേരത്തെ തന്നെ തുടങ്ങിയേക്കണേ 50 തുടങ്ങിയേക്കണേ അതുകൊണ്ട് കിട്ടാനായി മരുന്നാന്റെ മരുന്നോട് കഴിഞ്ഞാ എന്റെ കഴിഞ്ഞാ എനിക്കില്ല തലക്ക് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കുറച്ച് ദിവസത്തിന് ഇപ്പൊ വരേക്കും നിങ്ങളതോ നിങ്ങൾക്ക് മരുന്നായിട്ടില്ല ആകുമ്പോ എന്റെ ഒക്കെ സ്വഭാവം വെച്ചിട്ട് മരുന്ന് തന്നെ ടൈം കഴിഞ്ഞു നിന്റെ സ്വഭാവങ്ങളെ വരുന്നത് തമ്മിലുള്ള ബന്ധം പിരാന്താക്കുമല്ലോ ഇത് പാടായിരുന്നു ഇനി നിങ്ങൾ വേദന ഒക്കെ അവാർഡ് തരുന്നവര് എടുത്തൊക്കെയല്ലേ വേദന ഒക്കെ വരുന്നത് അതൊക്കെ ഇഷ്ടപ്പെട്ട് പൊളിച്ചു ഓ ആയിക്കോട്ടെ അടിപൊളിയാവട്ടെ ഇപ്പച്ചിക്ക് ഒരു ഉഷാറില്ല ഇപ്പച്ചി ഈ വ്ളോഗ് കണ്ടാണെങ്കിൽ കാണുന്നവര് ഡിപ്രഷൻ പോവും ഈ വ്ളോഗ് കണ്ടാലേ കാണുന്നവര് വേണേ ഡിപ്രഷൻ പോവും എല്ലാരും ഇതും കണ്ടിട്ട് എന്ത് കൊയക്കം എന്തോ പോലെ തിന്നിട്ട് വളിഞ്ഞ വ്ളോഗാവുന്നു അപ്പൊ ഇത് ഈ വ്ളോഗിൽ അവിടെ എന്തുമാ എന്തൊക്കെ കേട്ടില്ല എല്ലാരും കാണല്ലോ നമുക്ക് കിടന്നല്ലോ എന്താ വയ്യേ സൈഡ് ആയിക്കണോ എന്ത് പറ്റി വരണ എന്നാ മടക്കി വീഡിയോ എന്നാ ഫാൻസ് ചോദിക്കുന്നുണ്ട് എന്നാടാ ഒരു ഡേറ്റ് ഒന്ന് പറഞ്ഞു അതല്ല മടക്കിയേക്കണ ഒരു വീഡിയോ ഓൾക്ക് എന്നാണ് ഒഴിവെന്ന് ചോദിക്കാനാ ഓ അത്രയും തിരക്കിലാണ് അതുകൊണ്ട് ചോദിക്കാ എന്നാ ഒഴിവ് ഒരു ഡേറ്റ് ഒന്ന് പറയും ഡേറ്റ് ഒന്നുമില്ല അലമാറയിൽ മടക്കിയേക്കണ സ്റ്റൈല് അല്ലേ നമ്മളെ അലമാറ വലിച്ചിട്ടല്ലോ ഒരു ഡേറ്റ് പറയും ആൾക്കാരോട് ഒരു ഡേറ്റ് പറയും എന്നിടും അല്ല ഒരു ഞായറാഴ്ച ആക്കല എന്നാല് ഞായറാഴ്ച മടിക്കൊക്കെ ആകെ ഒരു ഞായറാഴ്ച ഓളോളെ കാക്കന്റെ കൂടെ അതല്ലാതെ ഏത് ദിവസം ഉണ്ടാവും ഇന്നൊരു ചൊവ്വാഴ്ച ആക്കാം ചൊവ്വാഴ്ച എന്താ ഒരു ഡേറ്റ് അങ്ങനല്ല എല്ലാരും ഉള്ള എന്താ ഞായറാഴ്ച അല്ലാത്ത ദിവസം ഉണ്ടാവും ഞായറാഴ്ച അല്ലാത്ത ദിവസം നിങ്ങൾ ഉണ്ടാവലുണ്ട് ഇവിടേക്കില്ല കല്യാണത്തിനൊക്കെ വരുമ്പോൾ ലീവ് എടുക്കുമല്ലാണ്ട് കുഞ്ഞാക്ക് ലീവ് വരുന്നുണ്ടോ ലീവ് വരുന്ന എടുക്കുന്നത് അന്റെ പാട്ടെന്നാ പാട്ടാ എന്റെ ഫാൻസ് എന്നോട് പാട്ട് പാടണം എന്താ ഒക്കെ ചോദിക്കുന്നു എന്നോട് ഏതൊരു പെൺകുട്ടി ഏതോ പാട്ടാണ് പറഞ്ഞ് പാടിയാ അമ്മാരി ചാട അർജിത് സിംഗിനില്ലല്ലോ എത്ര ചാട ശ്രേയാ ഘോഷലിൽ എത്ര ചാട ഇത്ര ആയിട്ടുള്ളൂ ഇതെല്ലാം ഇങ്ങനെ ജന്ന ബൈക്കോ അങ്ങനെ ഞാൻ അയച്ചിട്ട മഞ്ഞക്കുപ്പായ ബജിന്റെ ഉപ്പായച്ച കൊണ്ട് മടക്കിച്ചു എന്താണ് ഞാൻ തീരുമാനിച്ചിട്ടല്ലേ ശ്രേയാ ഘോഷലിനില്ല എത്ര ചാട എനിക്കിപ്പോ ശ്വാസം കിട്ടാതെ കൊറേ ഇല്ലേ പാടി വെച്ചിട്ട് അതുകൊണ്ട് ഇവിടെ എന്തോ പോലെ ഇന്നലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പബ്ലിക് ആക്കി 4000 ഫോളോവേഴ്സ് ഒക്കെ പബ്ലിക് ആക്കി 4000 ഫോളോവേഴ്സ് എന്നിട്ട് എന്നോട് അറിയാ കാക്ക ഞാൻ സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങിയല്ലോ ചോദിച്ചില്ല ഇൻസ്റ്റയിലല്ല യൂട്യൂബില്ല ഇനി എനിക്ക് അതിനുള്ള എന്തില്ല സ്കില്ലില്ല സ്കില്ലുണ്ട് പക്ഷെ എനിക്ക് എന്തില്ല അറിയോ ധൈര്യമില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്കില്ലുണ്ട് എല്ലാ സ്കില്ലും ചിത്രം വരയ്ക്കും പാടും ചിത്രം വരയ്ക്കൂല മൈലാഞ്ചി അല്ലേ ചിത്രം വരയ്ക്കും മൈലാഞ്ചി ആണോ പക്ഷെ ബുദ്ധി ബുദ്ധിയില്ലാത്ത എന്റെ
കമ്മിറ്റഡ് അയാൾക്ക് അങ്ങനെ തന്നെ പറയും. ഷായിലേക്ക് ഓക്ക് ബുദ്ധിണ്ട് ഇവരൊക്കെ ഓൻ നോക്കും. കമ്മിറ്റഡ് ആണോ നമ്മളോട് നമുക്കറിയില്ല. നമ്മളിവിടെ ഒന്നും കാണില്ല. കമ്മിറ്റഡ് ആണ് എന്നുള്ള ആൾക്ക് കമ്മിറ്റഡ് ആണ് എന്നുള്ള ഒരു ഉദാഹരണങ്ങൾ നമ്മള് കാണില്ല. അതുകൊണ്ട് തന്നെ ഇല്ല. അപ്പൊ തേച്ചോ ഇതൊക്കെ സാലൂനെ തേച്ചോ എന്താണ് എന്താണ് സാലൂന് തേപ്പ് സാലു കള്ളം പറഞ്ഞോണ്ട് ചിലപ്പോ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യത ഉണ്ട്. ആർക്കൊന്നും പറയാൻ പറ്റില്ല. തേച്ചോ ഇപ്പച്ചിയാ ഓ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പാ ഇവിടെ വരിപ്പാ ഇവിടെ വരി. നിങ്ങൾ എന്താ ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരി. ചോദ്യം 1, സാലൂന് തേപ്പ് കിട്ടിയോ? ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് ക്യൂനല്ല. ഇതുമല്ല ആ ചോദ്യം ഇല്ല. മുണ്ടാക്കി ഇല്ല മുണ്ടാക്കി ഇല്ല കാക്കന്റെ കാക്കന്റെ ആ ലൈറ്റ് ഫാൻ ഓഫ് ആക്കിയില്ല. അതൊന്നും അപ്പൊ പോയില്ല. ഇപ്പച്ചി മറ്റേ ഇതിന്റെ പേര് കച്ച എന്താ പറയാ മറ. ഏപ്പാ സാലൂന് തേച്ചോ? സാലിന് തേപ്പ് കിട്ടിയോ? എപ്പോഴോ കിട്ടി. എന്താണ് ഓനെ കറന്റ് സിറ്റുവേഷൻ എന്നുള്ള അറിയില്ല. ഓൻ എന്ത് ചോദിച്ചാലും ഒക്കെ ഉരുണ്ട് കളിക്കുന്നത്. പറയണ ബാബേ അതതിന്റെ വൈക്ക് നടന്നോട്ടെ. ഇതെന്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള അതെങ്ങനെ ഉമ്മാണ്. പറയാൻ നിൽക്കുന്ന എല്ലാവരും നമ്മള് പ്രേമിക്കുമ്പോഴൊന്നും പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇതിനൊന്നും ഉത്തരം പറയില്ല. ഉത്തരം പറയുന്ന ടൈമുണ്ട്. ആ ടൈമിനാണ് പറയും. എന്നാ ലേറ്റ് എത്തിക്കളാ ആ ഫാൻ പോയില്ല. പണ്ട് ഇന്റെ അഫയറിലെ സമയത്ത് ഇപ്പൊ ചെറിയ ഇങ്ങനെ കൈകൊണ്ടിരിക്കണം 1 2 3 അതിപ്പോ 3 തേക്കും. ആ കറക്റ്റ് ടൈമിന് പറഞ്ഞ ടൈമിന് അതെങ്ങനെ കൂടോത്ര എന്തേലും ഇതൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാന്റെ വിധി എന്താ അതാ നടക്കുള്ളൂ. 6 കൊല്ലണ്ട 6 കൊല്ലത്തില് 6 കൊല്ലം പോലെ 28 ഇട്ടണേ. കണ്ടുകുട്ടികളാവും. ഇജ്ജ് കെട്ടണ്ട. സാലു 6 4 അയ്യാ പറഞ്ഞു പറഞ്ഞേ അള്ളാണ് സത്യം. സാലു ഇങ്ങനെ കാണിച്ചു കള്ളം പറയണക്ക. ഞാൻ പറഞ്ഞ ഇതിനെ നോക്കി പറയും. ആ ആ ഓന് ഉദ്ദേശിച്ച 3 കുട്ടികളോ 100 അല്ല 3. ഞാൻ നമ്മളെ കണ്ടപ്പോ ക്യാമറ വരും. എനിക്കറിയില്ല. അപ്പൊ എനിക്ക് പെണ്ണിട്ടില്ല. സാലുവിന്റെ കല്യാണം ആരുമായിട്ടായിരിക്കും എന്നുള്ള ചോദ്യചിഹ്നത്തോടു കൂടി വ്ലോഗ് അവസാനിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വയ്യവനെ എനിക്ക് ബൈൻഡപ്പ് ചെയ്യാനും അറിയില്ല, ഓപ്പണിംഗ് കൊടുക്കാനും അറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാ. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോൾ ബൈ.